നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഗ്രൂപ്പുകാരുടെ പ്രധാന ശത്രു പണ്ട് നന്ദിനിയേട്ടത്തിയായിരുന്നു. ഇപ്പോ അത് മീനാക്ഷിയായി. ആ കുഞ്ഞിനെ കരയിപ്പിക്കാൻ അവരിപ്പോ കരുവാക്കിയിരിക്കുന്ന അമ്മയെ അതെന്റെ അമ്മ തിരിച്ചറിയണം. എന്റെ അമ്മ ദുഷ്ടതയുള്ളൊരു സ്ത്രീയായി മാറുന്ന കാണാൻ എനിക്കിഷ്ടമല്ല. എന്തിനായിരുന്നു സാർ എന്നെ വിളിപ്പിച്ചത്? ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ സൈറ. സർ, ആ ഇന്ദ്രജയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് ആ ഗിരീഷ് നമ്പ്യാർക്ക് ചില പരാതികളുണ്ട്, ചില സംശയങ്ങളുണ്ട്. സർ, ഞാനും എന്റെ ടീമും ആ വീട് മുഴുവൻ റെയ്ഡ് ചെയ്തതാണ്. ഞാൻ ഇയാളുടെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്തൊന്നുമല്ല. അവിടെ ഒരു സ്ത്രീ തടങ്കിലുണ്ട് എന്ന് അയാൾ ഉറപ്പിച്ചു പറയുക. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾക്കത് അത്ര വിശ്വാസമാവുന്നില്ല. നേരിട്ട് കണ്ടതുപോലെയാ അയാളുടെ സംസാരം. അവിടെ അങ്ങനെ ആരും ഇല്ല സർ. സഹീറ പറഞ്ഞതുപോലെ അവിടെ ചിലപ്പോ ആരും ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ വന്നിങ്ങനെ പറയുമ്പോ നമുക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതും ആ ഗിരീഷ് നമ്പ്യാർ അങ്ങനെ വെറും ഒരാളല്ല. അയാൾക്ക് എല്ലായിടത്തും നല്ല പിടിപാടുണ്ട്. അത്ര നിസ്സാരക്കാരനല്ല അയാൾ. ഒരു തവണ ആ വീട് മുഴുവൻ സെർച്ച് ചെയ്തതാ. ഇനി എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നേ? ഒന്നുകൂടെ അവിടെ പരിശോധന നടത്തണം, അല്ലാതെ വേറെ വഴിയില്ല. അയാളുടെ സംശയങ്ങൾ മാറ്റിക്കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആവും. ഇതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴ ഉണ്ടായാൽ തന്റെ മാത്രമല്ല എന്റെയും കസേര തെറിക്കും. അത്രയ്ക്ക് പിടിപാടുള്ള ആളാ അയാൾ. അതുകൊണ്ടാ ഈ രാത്രി തന്നെ ഞാൻ സഹീറയെ വിളിപ്പിച്ചത്. മനസ്സിലായി സാർ. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്റെ ടീമുമായി ഒന്നുകൂടി പരിശോധന നടത്താം. ഓക്കെ, നാളെ രാവിലെ തന്നെ പോയേക്ക്. നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ തന്നെ 100,000 പ്രശ്നങ്ങളാ. സർ. അപ്പൊ ശരി, നാളെ പരിശോധന കഴിഞ്ഞ് എന്നെ വിളിക്ക്. ഓക്കെ സാർ. മോനെ ആശുപത്രിയിൽ നിന്ന് വരികയാണോ? അതെ. കാർത്തിമോൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? എന്താ മോനെ? കാർത്തിക്കിന് കാര്യമായ പുരോഗതിയൊന്നും ഇല്ല അമ്മേ. ഡോക്ടർ പറഞ്ഞ സമയപരിധിയൊക്കെ നാളെ അവസാനിക്കും. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. എന്റെ ദൈവങ്ങളെ, എന്തിനാ ഞങ്ങളെ ഇങ്ങനെയായിട്ട് തീ തീറ്റിക്കുന്നത്? എന്റെ കൈമളേട്ടനും ഈ സമയത്ത് ഇവിടെ ഇല്ലാതായി പോയല്ലോ. മോനെ, അച്ഛനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോടാ? ഒന്നുമില്ലമ്മേ. ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അച്ഛൻ കത്തെഴുതി വെച്ചിട്ടില്ലമ്മേ പോയത്, തീർത്ഥാടനത്തിനെന്നും പറഞ്ഞ്. അതുകൊണ്ട് മിസ്സിംഗ് കേസ് അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കൈമളേട്ടൻ തീർത്ഥാടനത്തിന് പോയതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല.
അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല മോനെ. പിന്നെ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളിലൊക്കെ മനംനൊന്ത് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കും. അമ്മേ, ഇവിടെ നടന്ന പല പ്രശ്നങ്ങളും വന്നു ചേർന്നതല്ല, വരുത്തി കൂട്ടിയതാ. അമ്മേ, ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. പക്ഷേ അമ്മയ്ക്ക് ചില കുഴപ്പങ്ങളുണ്ട്. ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. ഈ വീട്ടില് അമ്മയെ ചുറ്റിപ്പറ്റിയ ഒരു കോക്കസ് ഉണ്ട്. അതിൽ പ്രധാനി എൻ്റെ ഭാര്യ തന്നെ. ആ ഗ്രൂപ്പുകാരുടെ പ്രധാന ശത്രു പണ്ട് നന്ദിനിയേട്ടത്തിയായിരുന്നു. ഇപ്പോ അത് മീനാക്ഷിയായി. ആ കുഞ്ഞിനെ കരയിപ്പിക്കാൻ അവരിപ്പോ കരുവാക്കിയിരിക്കുന്ന അമ്മയെ അതെന്റെ അമ്മ തിരിച്ചറിയണം. എന്റെ അമ്മ ദുഷ്ടതയുള്ളൊരു സ്ത്രീയായി മാറുന്ന കാണാൻ എനിക്കിഷ്ടമല്ല. അമ്മേ, പലരും പറയുന്നതൊന്നും അമ്മ കേൾക്കരുത്. പിന്നെ ഈ അന്ധവിശ്വാസങ്ങളൊന്നും പുറകെ പോകരുത്. ഇതൊരു മകന്റെ അപേക്ഷയാണ്. ഈശ്വര, എന്റെ പല തീരുമാനങ്ങളും തെറ്റായി പോയോ എന്റെ ദൈവമേ. പറയൂ സഹീറ. ആ ഗിരീഷ് നമ്പ്യാർ കുഴപ്പക്കാരനാ. അയാള് കമ്മീഷണറോട് കംപ്ലൈന്റ് ചെയ്തിരിക്കുക. എന്ത് കംപ്ലൈന്റ്? അവിടെ നടന്ന റെയ്ഡ് ഒരു ഒത്തുകളിയാണോ എന്ന് സംശയം. ഓ, അങ്ങനെ. അതുകൊണ്ട് നാളെ വീണ്ടും അവിടെ ഒരു റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട്. മീനാക്ഷിയെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. അതുടനെ തന്നെ ഞാൻ ചെയ്യാം. പക്ഷെ ഇവിടെ ആൾമാറാട്ടത്തിന് ശ്രമിച്ച ഒരാളെ പിടിച്ച് ഞാൻ തടങ്കലിലാക്കിയിട്ടുണ്ട്. അതാരാ? ആ അർച്ചന. ഓ, അവളോ? അവളെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അതിനെന്താ, ഇവിടെ ഒന്ന് കൊണ്ടുവയ്ക്കോ. അവളെ അവിടെ തന്നെ വെച്ചേക്ക്. ഞാൻ നാളെ രാവിലെ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അവളിനി ആൾമാറാട്ടത്തിനല്ല, പുറത്തിറങ്ങാത്ത രീതിയിലേ ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടോളാം. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ കൂടിയാണ് എല്ലാത്തിനും കാരണം. ചെയ്ത തെറ്റിനും വീണ ചോരയ്ക്കും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.